എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ വരച്ചൊരു ചിത്രമാണ്. ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പെയിൻറ്റിങ്, പലതരത്തിലുള്ള പെയിൻറ്റിങ്ങുകളും ചിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ പല ആൾക്കാരും വരക്കുന്നവരുമായിരിക്കും. ഇതിൻ്റെ ഭംഗിയും അഭംഗിയെയും കുറിച്ച് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള വീഡിയോസ് ഇപ്പം ചെയ്യുന്നില്ല എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ദുരൂഹപരമായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുന്നു കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അപ്പോൾ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഒന്ന് കണ്ടോട്ടെ. പിന്നെ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിത്രം വരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലും ചിലപ്പോൾ നിങ്ങളൊക്കെ ചിത്രം വരക്കുന്നവരായിരിക്കും. ഞാനൊരു ചെറിയ രൂപത്തിലൊക്കെ ഞാനും വരക്കാറുണ്ട്. ഇല്ല സംഭവം എന്നല്ല, എന്നാലും എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാനും വരക്കാറുണ്ട്. അപ്പോൾ ഈ ചിത്രം വരക്കുന്നതിൻ്റെ ആധാരം എന്തായിരിക്കും? നമ്മളെ വരക്കുന്നതിൻ്റെ ഒരു ഇത്, അതായത് ഞാനിപ്പം ഇങ്ങനെ ചിത്രം വരക്കലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു സീനറി, നമ്മൾ പോകുന്ന വഴി ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ ഒക്കെ നമ്മൾ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരാതന സ്ഥലങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ഗോവ പോലുള്ള സ്ഥലങ്ങൾ ടൂറിസത്തിന് പോയി. അപ്പോൾ ആ സമയത്ത് കണ്ണിലും മനസ്സിലും ഒരുപോലെ പതിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും അല്ലേ? കടലിൽ കുറേ ദൂരത്തൊരു കപ്പൽ നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇത് തോന്നും. അപ്പോൾ നമ്മളത് പിന്നെ വീട്ടിലൊക്കെ എത്തിയിട്ട്, ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയ സമയത്ത് നമുക്ക് ആ മനസ്സിൽ ആ രംഗം അതേപോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കി വരക്കും. അല്ലെങ്കിൽ ഒരു റോഡിൻ്റെ സൈഡിലൊരു മരം ഇങ്ങനെ ചാഞ്ഞു വരുന്നു, അപ്പോൾ അതിൽ കുറച്ച് പൂക്കൾ അല്ലേ? അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിത്രമായിട്ട് തോന്നും. അപ്പോൾ നമുക്കൊരു ചിത്രം വരക്കാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിത്രം വരക്കും അല്ലേ? അങ്ങനെയൊക്കെ ആണ് ഞാൻ സാധാരണഗതിയിൽ ചിത്രമൊക്കെ വരക്കാറ്. അപ്പോൾ ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈൻ കൂടിയാണ്, അതൊരു ലാംഗ്വേജും കൂടിയാണ് അല്ലേ? അത് അപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് അത് ലാംഗ്വേജ് ആവുകയെന്ന്. ഇപ്പം ഞാനൊരു സംഭവം, ഇപ്പം ഞാൻ കുറേ കാലം മുമ്പുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സംഭവം കാണുന്നു, അതായത് നമ്മളെ ഇന്ദിരാഗാന്ധിൻ്റെയോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയൊക്കെ സത്യപ്രതിജ്ഞ കാണുമായിരുന്നു. അപ്പം ഞാനൊരു ചിത്രകാരനാണ്. അന്ന് വലിയ ഫോട്ടോസും ക്യാമറകളും ഒന്നും പബ്ലിക്കായിട്ടുള്ള കാലഘട്ടമല്ല, അത്ര ഇന്ന് കാണുന്ന തരത്തിൽ മൊബൈലിൽ ഫോട്ടോ പിടിക്കാൻ പറ്റിയ കാലഘട്ടമൊന്നുമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നെഹ്റു ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാനങ്ങ് ചിത്രം വരച്ചു വെക്കാം. ഭാവിയിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ കാലം കഴിഞ്ഞിട്ട് വരുന്ന തലമുറകൾക്കും എന്ത് പറഞ്ഞു കൊടുക്കും? ഇത് പണ്ട് നമ്മളെ ഇന്ത്യ മുൻപ് ഏറ്റവും ഫസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടിയ പാട് ഭരിച്ച നെഹ്റു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോട്ടോ നിങ്ങളെ മുതുമുത്തച്ഛൻ വരച്ചതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ അതൊരു ലാംഗ്വേജും കൂടിയാണ്. അതായത് അന്ന് നടന്ന സംഭവം അത് ഫോട്ടോയെല്ലാം എടുക്കുന്ന പോലെ തന്നെ, ഇന്ന് ഫോട്ടോയിൽ എടുത്തു വെക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ഒരു കല്യാണത്തിന് ഫോട്ടോ എടുത്ത് വെക്കുന്നത്, അത് 10, 12, 20 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞിട്ടോ അല്ല 50 വർഷം കഴിഞ്ഞിട്ടോ നമ്മുടെ കുട്ടികളെ മക്കളെയെല്ലാം കാണിച്ചു കൊടുക്കുക. കണ്ട, ഇതെന്താണ്, ഇത് നിന്റെ മുതുമുത്തച്ഛൻ്റെ കല്യാണ ഫോട്ടോ ആണ്. അതൊരു ലാംഗ്വേജും കൂടിയാണ്. ഇന്ന സംഭവം ഇന്ന കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പണ്ട് കാലത്ത് ഒരു 10,000 വർഷം അല്ലെങ്കിൽ 20,000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആളുകൾക്കധികം സംഭാഷണ ശൈലിയൊന്നും ഉണ്ടായിരുന്നില്ല. സൈൻ ലാംഗ്വേജുകളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു സംഭാഷണം, ഇന്ന് കാണുന്ന പോലെ ഭാഷകളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു അത്ഭുതപരമായ കാര്യങ്ങൾ കണ്ണിലും മനസ്സിലും ഹൃദയത്തിലൊക്കെ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ അന്ധകാലത്തെ മനുഷ്യന്മാരെന്ത് ചെയ്തു? ഗുഹകളിലും, അത് അവർ താമസിക്കുന്ന ഗുഹകളിലൊക്കെയാണ്.
വേട്ടയാടിയിട്ടും മറ്റും ജീവിക്കുന്നത്. അപ്പോൾ ആ പുതിയ തരത്തിലൊരു ജീവിനാണ്. അതായത് ഒരു എപ്പോൾ ഇവരെ ആക്രമിക്കുന്ന ഒരു പുലിയാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അതിനെ കീഴ്പ്പെടുത്തി. ഇവർക്ക് എന്താണ്, ഇതുവരെ പുലി നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടേ ഉള്ളൂ, നമ്മൾ പുലിനെ കീഴ്പ്പെടുത്തി. അപ്പം എന്ത് ചെയ്തു? ആ കീഴ്പ്പെടുത്തിയ രംഗം നമ്മളെ മനസ്സിലുണ്ടാവും. ഒരു ഏകദേശം ഒരു രൂപം ഗുഹകളിലൊക്കെ വരച്ചു വെക്കും. അതേപോലെ ചില ആനക്കൂട്ടങ്ങൾ ആക്രമിച്ചു, അപ്പം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതൊക്കെ അവർക്കൊരു ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടിമിന്നൽ വരുന്നത് ഒരു മലേൻ്റെ മുകളിൽ നിന്നാണ് ഭയങ്കരമായ ഒരു ഇടിമിന്നൽ വരുന്നത്. അപ്പോൾ ആടുന്നൊരു വെളിച്ചം കണ്ടു. അപ്പോൾ അവരെന്ത് ചെയ്യും? അതുപോലെ അത് വരച്ചു വെക്കും. അത് പിന്നീട് വരുന്ന ആ ഇപ്പോൾ ഒരു ഗുഹേൻ്റെ അടുക്ക പാറ പൊട്ടി വീണു. അപ്പോൾ അവരൊക്കെ മരിച്ചുപോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതവിടെ വരച്ചു വെക്കും അവർ. ഭാവിയിൽ വരുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വരച്ചു വെക്കുന്നുണ്ടാവും. അങ്ങനെ ഉടലെടുത്തൊരു സംഭവമാണ് ഈ ചിത്രരചന എന്നുള്ളത് ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അതൊരു സൈൻ ലാംഗ്വേജും കൂടിയാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാനുള്ള, ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ചിത്രങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരുണ്ടല്ലേ. രാജാ രവിവർമ്മ, ഡിയാനോ ഡാവിഞ്ചി, ആർക്കലാഞ്ചലോ, അങ്ങനെ ഒരുപാട് പ്രസിദ്ധമായ ചിത്രകാരന്മാരുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ ഇപ്പോൾ ഇന്ന കാലത്തും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചിത്രകാരന്മാർ, പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരും ചിത്രകാരികളും ഒക്കെ ഉണ്ടല്ലേ. ഇന്ന് പിന്നെ ചിത്രം വരയ്ക്കുന്നതൊക്കെ കുറഞ്ഞു കഴിഞ്ഞു. പിന്നെ മൊത്തം ഗ്രാഫിക്സും കാര്യങ്ങളും എഡിറ്റിങ്ങും മറ്റേ ഫോട്ടോ ലാബ് പോലെയുള്ള സംഭവങ്ങളും മറ്റേ കാർട്ടൂൺ ഉണ്ടാക്കാൻ നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മാറി മറിഞ്ഞു വന്നു. പക്ഷേ എന്നാലും ഒരു ചിത്രരചന എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതായത് പണ്ട് കാലത്തുള്ള ജനങ്ങൾ എന്താണ് നമുക്ക് ഒരു ഭാവിയിലേക്ക് വരച്ചു വെക്കും. എന്നുവെച്ചാൽ ഇപ്പം ഈ ചില പുരാതനകാല രാജാക്കന്മാരുടെ പോർട്രേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മ്യൂസിയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ. എന്നിട്ട് പറയും ഇതാണ് ഇന്ന രാജാവാണ്, ഇത് അയാളെ ഫോട്ടോ ആണ്. അപ്പോൾ അയാൾ എന്താണ് ഭാവിയിൽ വരുന്ന തലമുറകൾക്ക് ഇങ്ങനെ ഒരു രാജാവ് ഞാൻ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനോ മറ്റോ ആളെ കൊണ്ട് വരപ്പിച്ച് വെച്ചതാണ് ആ സംഭവം. അപ്പം നമുക്ക് അതുകൊണ്ട് എന്തായി, നമുക്ക് ഇന്ന് കാണാൻ പറ്റും. മാർത്താണ്ഡവർമ്മേൻ്റെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വരച്ച ചിത്രങ്ങൾ. അപ്പം അന്ന് ക്യാമറകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അന്ന് ക്യാമറ എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയില്ല. അപ്പം ഇല്ലാത്ത കാലഘട്ടത്തിൽ അവർ ചിത്രങ്ങൾ വരച്ചിട്ടാണ് ആളുകളെ അറിയിച്ചുകൊണ്ടിരുന്നത്. അതാണ് നമ്മളെ വിഷയം. അതായത് ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ചിത്രത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിൽ ഡൊമനിക്കോ ഗിർലാൻഡിയോ വരച്ചു എന്ന് കരുതപ്പെടുന്ന ദി മഡോണ വിത്ത് സെയിൻറ്റ് ജിയോവാനിനോ എന്ന് പേരിട്ടിരിക്കുന്ന പെയിൻറ്റിംഗ് ആണിത്. ഈ ചിത്രത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് UFO പോലുള്ള ഒരു വസ്തുവിനെ ആകാശത്ത് കാണാൻ സാധിക്കും. ഒരാൾ അതിൻ്റെ വെളിച്ചം കണ്ണിലടിക്കാതിരിക്കാൻ കൈകൊണ്ട് മുഖം മറച്ച് അതിനെ നോക്കി നിൽക്കുന്നതും കാണുവാൻ കഴിയും. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുമ്പേ ചില ആളുകളൊക്കെ ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പലരും ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ UFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഐഡൻറ്റിഫൈഡ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് UFO എന്ന് പറഞ്ഞ് വരുന്നത്. അതായത് നമ്മളെ ആകാശങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാരല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ഉപഗ്രഹങ്ങളയക്കും. അങ്ങനെ അതൊക്കെ അങ്ങ് മുകളിൽ പോകുന്നത്, ബഹിരാകാശത്തൊക്കെ പോകുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ വെതർ ബലൂണുകൾ അയക്കും. ഈ കാലാവസ്ഥൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ബലൂണുകളൊക്കെ അയക്കും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ആകാശത്ത് ഇപ്പം ഞാനൊരു സംഭവം ഉണ്ടാക്കി, ഒരു പറക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കി. ഞാനത് ആകാശത്തേക്ക് വിട്ടു. പിന്നെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത് ആകാശത്ത് തന്നെ ആയിപ്പോയി. അപ്പോൾ ഇത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ മാത്രമേ അറിയുള്ളൂ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ് എന്നുള്ളത്. അപ്പോൾ വേറെയുള്ളവർക്കൊന്നും അറിയില്ല ഇതെന്തെന്നാണ് സംഭവം,
ഇത് വിമാനമാണോ അല്ല വേറെ എന്തെങ്കിലും സംഭവമാണോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ഇന്ത്യൻ പട്ടാളം ഈ സാധനത്തിനെ കാണുവാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഒരു വസ്തു ആകാശത്ത് ഇങ്ങനെ പറന്ന് കിടക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അതിനെ എന്ത് ചെയ്തു, ഒന്നുക്ക് വെടിവെച്ചിടും അല്ലെങ്കിൽ അതിനെ പിടിക്കും. അപ്പോൾ ആ സംഭവം പിന്നെ മനസ്സിലാവും ഇതാരോ ഉണ്ടാക്കിയ ഒരു യന്ത്രം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല എന്ന് വെക്കുക. ഓക്കെ, അത് എന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതിനെ വെടിവെച്ചിടാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് അൺഐഡന്റിഫൈഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് UFO എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളെ മനസ്സിലെത്തുന്ന ഏലിയൻസ് ഒക്കെയാണ്. അതായത് പറക്കും തളിക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ എല്ലാം ഒരു ചെറുപ്പകാലത്തൊക്കെ ആകാശത്ത് പറക്കും തളികനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോലാഹലമൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ്. അപ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ ഒരുപാട് പേടിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ഏലിയൻസ് ആണ്. അതായത് അന്യഗ്രഹ ജീവികളെ വാഹനം, അതാണ് ഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് എന്ന് UFO എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത്. അല്ലാത്ത സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള രാജ്യക്കാർ വേറെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ അവർ ആകാശത്തേക്ക് അയച്ചു, നമുക്കറിയില്ല ഇതെന്തെന്നാ സംഭവം, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് പറക്കുന്നു എന്നുള്ളതോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അവരുണ്ടാക്കിയ നമ്മളെ രാജ്യത്തിൻ്റെ, അതായത് ഇന്ത്യൻ്റെ നേരെ മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് എന്താണ് സാധനം, കുറേ ലൈറ്റെല്ലാം കത്തുന്നുണ്ട്, ഇതെന്തെന്നാ സാധനം, ഇത് അന്യഗ്രഹ ജീവിയുടെ പേരൊക്കെയാണോ അല്ല എന്താണെന്നോ അറിയില്ല. അപ്പം നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അത് UFO, അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരും ഉണ്ടാവും, എല്ലാവരും അധികം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ നമ്മളെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. UFO എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു പണ്ട് 15-ാം നൂറ്റാണ്ടിൽ വരച്ച ഒരു ചിത്രവും ഞാൻ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് UFOനെ ആകാശത്ത് വരച്ചു വെച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക്. അതായത് ഈ UFO പോലെ ഒരു സാധനത്തിന്, ഇപ്പം കാണുന്ന ആ ഫോട്ടോയിൽ കാണുന്ന പറക്കും തളിക പോലെയുള്ള ഒരു സാധനത്തിന് അന്ധകാലത്ത് ആ 15-ാം നൂറ്റാണ്ടിൽ വരച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, നമ്മളെന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാലായിരിക്കും നമുക്കത് മനസ്സിൽ തങ്ങി ചില ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ചു വെക്കുന്നത്. ഇതെന്താ സാധനം, ഇതുപോലെ ഒന്ന് വരച്ചു വെച്ചേക്കളെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് വരച്ചതാണോ എന്നുള്ളതാണ് ഫസ്റ്റ് വിവാദം വന്നത്. അതായത് ആ അന്ധകാല 15-ാം നൂറ്റാണ്ട് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. എൻ്റെ ഒരു ഏകദേശം എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലം എടുക്കാം. എൻ്റെ അച്ഛൻ ഇപ്പോൾ 80 വയസ്സായി. അപ്പോൾ ഏകദേശം 80 വയസ്സായി. അപ്പോൾ സാധനം കിട്ടുന്നതിന് മുമ്പ് എൻ്റെ അച്ഛന് ഏകദേശം ഒരു 5-6 വയസ്സുണ്ടെന്ന് വിചാരിച്ചു. ഉണ്ടാവും 75, 76, 77 കൊല്ലം ആയില്ലോ സാധനം കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആസാദിക്ക 75 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന അത്ര. അപ്പോൾ ആ സമയത്ത് നമ്മളെ നിരത്തുകൾ, അതായത് ഇതുപോലെയുള്ള വലിയ വലിയ റോഡുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അല്ലേ. അതെന്ന് വെച്ചാൽ റോഡിൻ്റെ ആവശ്യം വരുന്നത് ആകെ കാളവണ്ടിയോ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ആയിരിക്കും അന്ധകാലത്ത് ഓടിയിട്ടുണ്ടാവുക. പിന്നെ അന്ധകാലത്ത് നമ്മളിപ്പോൾ ഒരു ഐഫോണിനെ കുറിച്ചിട്ട് നമ്മളിപ്പം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോൺ തന്നെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരാൾ ഒരു ഐഫോൺ എടുത്ത് നടക്കുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ചിത്രകാരനാണെങ്കിൽ ഇതെന്തോടെ സംഭവം, ഇതിൽ കൂടെ കോള് വിളിക്കാൻ പറ്റും, അപ്പോൾ വേറൊരാളോട് സംസാരിക്കാൻ പറ്റും, വിദേശത്തുള്ള ഒരാളുമായിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റും. ഇതെല്ലാം കാണുമ്പോൾ അത് അതേപോലെ ഒരാൾ വരച്ചു വെച്ചു എന്ന് വെക്കുക. ഓക്കെ, ഞാൻ പറയുന്നതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ വരച്ചു വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഫോൺ വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമേ, ഇത് ഇത്രയും കാലം മുമ്പ് ഈ ഫോണിന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഫോണിന് അന്നത്തെ ഒരു ചിത്രകാരൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും, സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും. അതുപോലെയാണ് ഈ ഒരു ചിത്രം. അതായത് ഈ ചിത്രത്തിൽ ഈ പുള്ളി വരച്ചു വെച്ചിരിക്കുന്ന UFO ആണോ എന്നുള്ള ഒരു സംശയം. ചില ഒരാൾ അതിനെ നോക്കുന്നുമുണ്ട്, അതിനെ നോക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അന്നേരം ഉണ്ടായ ഒരു വിവാദമാണ് ഈ ഉണ്ണിയേശുവിനെ. ഉണ്ണിയേശു ബൈബിളിൽ നിങ്ങൾ കഥകളൊക്കെ അറിയുന്നതായിരിക്കും. അതായത് ഉണ്ണിയേശുവിൻ്റെ ദിവ്യഗർഭമായിരുന്നു. അതായത് ദിവ്യഗർഭം എന്നാണ് പറയുന്നത്. അത് വെച്ചാൽ നമുക്ക് ഈ കഥ വന്നപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്, എന്താണെന്ന് വെച്ചാൽ ഇത് ഗർഭമായിരിക്കില്ല, മേരിക്ക് കൊണ്ടു കൊടുത്തതായിരിക്കും. ആ തിരിച്ച് പോകുന്നത് ഇയാൾ കണ്ടു.
ഈ ചിത്രം വരച്ച ആൾ കണ്ടു. അതായത് ഏലിയൻസ് വന്നിട്ട് വേറൊരു ഗ്രഹത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലോ ഉണ്ണിയേശുവിനെ കൊണ്ടുവന്നിട്ട് ഈ മേരിക്ക് കൊടുത്തപ്പം അതൊരു സംഭവം അത്ഭുതമല്ലേ. അപ്പോൾ ഒരു മാലാക, അതായത് ഒരു മാലാഖിനെയാണ് അവിടെ വരച്ചു വെച്ചിട്ടുള്ളത് പിന്നെ ചിത്രത്തിലുള്ളത്. ആ മാലാഖയും മേരിയും കൂടെ തൊവുന്നതായിട്ടാണ്, ആ മാലാഖ മടിയിലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ മേരി തൊവുന്നതായിട്ടാണ്, അതായത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ UFO തിരിച്ചു പോകുന്നതാണ് ഈ സംഭവം ബാക്കിൽ സൈഡിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഒരു കഥ പ്രചരിച്ചത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമാണല്ലോ ഒരു സംഭവം ഞാനിപ്പം പറഞ്ഞു ഇത് ഇങ്ങനെയാണെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ അതിന്റെ രണ്ട് പക്ഷക്കാരുണ്ടാവും എന്തേതായാലും. അതായത് ഒരു കൂട്ടർ പറയും ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, അതോ ജസ്റ്റ് എന്തോ പെയിന്റിങ് എന്തോ ഒന്ന് ആടെ ആക്കി വെച്ചു അത്രയേ ഉള്ളൂ, അല്ലാതെ ഈ പറയുന്ന സംഭവം ഒന്നല്ല എന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ചരിത്രം ഉണ്ടായിരുന്നു ചിത്രങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചിത്രത്തിന് അങ്ങനെ ഒരുപാട്. ഇപ്പോൾ മഡോണ മറ്റേ ഒരു പെയിന്റിങ് ഉണ്ടല്ലോ, ആ പെയിന്റിങ്ങിൻ്റെ ഇതിൽ പലതരത്തിലുള്ള അതിൻ്റെ കണ്ണുകളിൽ പല സംഭവങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ ഇത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഒരു സൈൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്കതൊരു കാലഘട്ടത്ത് ഉണ്ടായ സംഭവങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗുഹാമനുഷ്യരെ, അന്ന് അവരനുഭവിച്ച കുറച്ച് സംഭവങ്ങളൊക്കെ അവരന്ന് വരച്ചു വെച്ചത് കൊണ്ടാണ് കുറേ ഈ ആർക്കിയോളജിസ്റ്റുകൾക്കൊക്കെ ഇന്ന രീതികളാണ് പണ്ട് കാലത്ത്, അതായത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന, അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും മറ്റും വേട്ടയാടിയിട്ടും ഒക്കെയാണ് ഇന്ന ആൾക്കാർ ഈ ഗുഹയിൽ നിന്ന് കിട്ടിയ ചിലപ്പോൾ ഒരു ഫോസിൽ കിട്ടും, ഒരു മനുഷ്യന്റെ ഫോസിൽ കിട്ടും. അപ്പോൾ അവർ എങ്ങനെ അനുമാനിക്കുക ചെയ്യുന്നത്, ഇത് ഇങ്ങനെ ആയിരിക്കാം, ഇവരെ ജീവിതം ഇങ്ങനെ ആയിരിക്കാം. കാരണം വെച്ചാൽ അവരതെല്ലാം വരച്ച് വെച്ചിട്ടുണ്ടാകും ഗുഹകളിൽ. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേവ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതും 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗുഹ കണ്ടെത്തിയതും ആ ഗുഹേൻ്റെ ഉള്ളിലുള്ള പെയിന്റിങ്ങുകളൊക്കെ ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇന്ന് ആ ഗുഹകളിലൊക്കെ നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അന്ധകാലത്തുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അനുമാനിക്കാനേ പറ്റുള്ളൂ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയാണോ എന്നുള്ള. അവർ ചിലപ്പം ഭാവനയിൽ വരച്ചു വെച്ചതാണോ എന്നൊന്നും പറയാൻ പറ്റൂല. കുന്തങ്ങൾ കൊണ്ട് മൃഗങ്ങളെ കുത്തുന്നതും മറ്റേ മൃഗങ്ങൾ ഓടുന്ന സമയത്ത് കയറിട്ട് പിടിക്കുന്നതും അങ്ങനെയുള്ള കുറേ ചിത്രങ്ങളൊക്കെ ഗുഹയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ പറ്റും ഇവരെങ്ങനെയൊക്കെയാണ് കൂട്ടം ചേർന്ന് 4 സൈഡിൽ നിന്ന് വന്നിട്ട് ഒരു ജീവിനെ ആക്രമിക്കുന്നത്, പിന്നെ പാചകം ചെയ്യുന്നത്, ഈ തീ ഉണ്ടാക്കുന്ന കല്ല് 2 ഉരുട്ടിയിട്ട് കുത്തിയിട്ട് ഇങ്ങനെ തീ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ വരച്ചു വെച്ചത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇത് നമ്മളെ പറയുന്നില്ലേ പണ്ടുള്ളവർ ഈ കല്ലിങ്ങനെ വരച്ചിട്ടാണ് തീ ഉണ്ടാക്കിയെന്നൊക്കെ അനുമാനം മാത്രമാണ്. അതൊക്കെ ഇങ്ങനെയുള്ള ഗുഹാ കേവിൽ നിന്ന്, അതായത് ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് കണ്ട ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അനുമാനിച്ചെടുത്തതാണ് ആർക്കിയോളജിസ്റ്റുകൾ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം പണ്ടുള്ളവർ ജീവിച്ചിരുന്നെന്നുള്ളത്. അതൊരു ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ വരച്ചു വെച്ചതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് കഥകൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നമ്മളോട് പറയാനുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്, ഇന്നതാണ് അവരുടെ ജീവിതം. അതൊരു ലാംഗ്വേജ് ആണ്. അതായത് ഭാവിയിലുള്ള, ഇപ്പം ഞാനൊരു സ്ഥലത്ത് അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഒരു 3 ദിവസം ഒറ്റപ്പെട്ടു പോയി. എനിക്കൊന്നും ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാനത് പാറേൻ്റെ പുറത്ത് ഒരു ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഞാൻ അവിടെ എഴുതി വെച്ചു, ഞാൻ ഇന്നൊരു സ്ഥലത്ത് ഒരു ദ്വീപിൽ പെട്ടുപോയി, ഇന്ന ദ്വീപിൽ ഞാൻ മരിച്ചുപോയി നോക്കുക. പക്ഷെ ഞാൻ പാറയിൽ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഭാഷയിൽ എഴുതി വെച്ചു എന്ന് വിചാരിച്ചോ. എന്നിട്ട് കുറച്ച് ചിത്രങ്ങളും അവിടെ വരച്ചു വെച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു, ചളിയിൽ പൂണ്ടുപോയി, പിന്നെ ഭക്ഷണം കിട്ടാണ്ടായി, വെള്ളം ഞാൻ തപ്പിയെടുത്തു, എന്നിട്ട് ബോട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു, രക്ഷപ്പെടാൻ നോക്കി. ഇതൊക്കെ ഞാൻ അതിലെ കൂടെ എഴുതി വെച്ചിട്ട് ചിത്രകഥ പോലെ അതിൻ്റെ ചിത്രവും അവിടെ വരച്ചു വെക്കുന്നതെന്ന് വിചാരിച്ചോ. ഭാവിയിൽ ഒരാൾ ആ ദ്വീപിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇതെല്ലാം വായിക്കുമ്പോൾ ഈ ദ്വീപ് ഇങ്ങനെയാണ്, ഇതിൽ അകപ്പെട്ട ഇന്ന ഇതായാലും മരിച്ചുപോയി, ഇയാൾ ഇത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ്ട, അവർ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും മരിച്ചു പോകും എന്നുള്ള കാര്യങ്ങളും ഇന്ന ജീവിതം ഇങ്ങനെയൊന്നും കിട്ടൂല എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ വേണമെങ്കിൽ ഈ ചിത്രം വരച്ചതായിക്കൂടെ.
അതായത് അന്ധകാലത്ത് ഇങ്ങനെ UFO വന്നിട്ട് ഈ ഉണ്ണിയേശു യേശു ക്രിസ്തുവിനെ കൊടുത്തത് ആയിക്കൂടെ എന്നുള്ളൊരു വാദം അന്നുണ്ടായിരുന്നു. അപ്പൊ അത് അല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലേ എന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചിത്രത്തിനെ കുറിച്ചാണ് ചിത്രത്തിൽ ഉണ്ടായ വിവാദങ്ങളുമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ സംസാരിച്ചത്. നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ, എന്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, വീഡിയോയിൽ ചെയ്യാം, അങ്ങനെയുള്ള അഭിപ്രായങ്ങളും ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. അതായത് നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് അറിയണ്ടേ. അപ്പൊ അതും കൂടെ ചെയ്യാം. ഇഷ്ടപ്പെടുന്നില്ല ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഇല്ല ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. മറ്റുള്ളവരും കൂടെ ഇങ്ങനെയുള്ള അറിവുകൾ അവർക്കും കൂടെ കിട്ടിക്കോട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.